കണ്ണൂർ കണ്ണോത്തുംചാലി ലൈഫ് ഷോർ അപ്പാർട്ട്മെന്റിൽ വൻ കവർച്ച. സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ നിശ്ചൽ പ്രവീൺ വസന്ത് വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിലാണ് കവർച്ചയുണ്ടായത്. 432 ഗ്രാം സ്വർണം മോഷണം പോയി. അർജുൻ കല്യാട് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, നഗരത്തോട് ചേർന്നുള്ള ഒരു അപ്പാർട്ട്മെന്റാണ്. എങ്ങനെയാണ് ഈ കവർച്ച നടന്നത്? വിനീത, അതായത് ഇന്ന് കണ്ണോത്തുംചാലിൽ വിനീത നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗരത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. റോഡിനോട് ചേർന്നിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഈ പറയുന്ന ലൈഫ് ഷോർ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ താമസിച്ചിരുന്ന സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണറായിട്ടുള്ള നിശ്ചൽ പ്രവീൺ വസന്ത്, ഇവർ സ്വർണ്ണ വ്യാപാരിയാണ്. കണ്ണൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്വർണ്ണ വ്യാപാരി തന്നെയാണ്. ഈ വീട്ടിനകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ മോഷണം പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇതിന് പുറമെ 176 ഗ്രാം സ്വർണ്ണമാണ് ഇതിൻ്റെ ഭാഗമായി മോഷണം പോയത്. അതിൽ പുറമെ 200 ചില്ലാനും ഗ്രാം സ്വർണം അവിടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ അത് മോഷണം പോയിട്ടില്ല. 176 ഗ്രാം, അതായത് 136 ഗ്രാം, 17 പവൻ സ്വർണ്ണമാണ് മോഷണം പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് പോലീസ് ഉടനടി തന്നെ പോലീസ് എത്തുകയും പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. ഈ വീട്ടിൽ ഈ സമയത്ത് മോഷണം നടക്കുന്ന സമയത്ത് താമസക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്ന മോഷണ സംഘം അവിടെ എത്തിയത് എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതായത് അപ്പാർട്ട്മെന്റിൽ സ്വർണം ഉണ്ടെന്നും അവിടെ ആളില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആസൂത്രിതമായി കവർച്ച നടത്തുകയായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. തീർച്ചയായും, അതായത് ഈ അപ്പാർട്ട്മെൻറ്റ് റോഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഇത്തരത്തിലൊരു വൈകുന്നേരം സമയത്ത് ഇത്തരത്തിൽ ഇവിടെ എത്തി. വൈകുന്നേരമാണ് ഇവരിത് കാണുന്നത്. 12 മണിയോട് കൂടിയാണ് മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ ഈ പറയുന്ന പോലീസ് സംഘമൊക്കെ ഇവിടെ എത്തി പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള ആസൂത്രിതമായ രീതിയിലുള്ള ഒരു മോഷണം തന്നെയാണ് നടന്നതെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. കാരണം ഈ വീട്ടിൽ, അതായത് 1-ാം നിലയിലുള്ള 2 വീടുകളാണ് ഉള്ളത്. ആദ്യം മുഖാമുഖം വാതിലുകൾ വരുന്ന ആദ്യം ഈ പറയുന്ന ഇവരുടേതല്ലാതെ നിശ്ചൽ വസന്തിൻ്റെതല്ലാത്ത മുറിയിലേക്ക് കയറി പോവുകയും, പക്ഷേ അവിടെ നിന്ന് ഈ സംഘം ഇറങ്ങി അവിടെ വലിയ മോഷണ ശ്രമങ്ങളൊന്നും തന്നെ കാണാനില്ല. ഡോറ് തകർത്തു. പക്ഷേ പിന്നീട് ഈ വീടല്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ മോഷണ സംഘം നേരെ എതിർവശത്തുള്ള ഈ നിശ്ചൽ വസന്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് നേരെ ആ വീട്ടിനകത്ത് കയറുന്നു. വീട്ടിലുള്ള മുറിയിലെ അലമാരകളും അതുപോലെ തന്നെ മറ്റുള്ള സാധന സാമഗ്രികളെല്ലാം വലിച്ചിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു. ഇവരുടെ ബെഡ്റൂമിനകത്താണ് ഈ സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഡ്രോ തുറക്കുമ്പോൾ തന്നെ ഇതിൽ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന മോഷണം നടന്നിട്ടുള്ള വീട്ടിലെ ഉടമസ്ഥൻ തന്നെ പറയുന്നത്. ശരി, ഉടമസ്ഥന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. അർജുൻ, സംഭവിച്ചെന്നാൽ 12:30 മണി മുതൽ ഞാൻ വീട്ടിന് ഷോപ്പിലേക്ക് പോയതാണ്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. 2 വീടാണ് കവർച്ച നടന്നിട്ടുള്ളത്. നേരെ മുമ്പിലത്തെ വീടും കവർച്ച നടന്നിട്ടുള്ളത്, എൻ്റെ വീടും കവർച്ച നടന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വീട്ടിൽ താമസം ആരുമില്ല. അതുകൊണ്ട് ഇവരുടെ വീട്ടിലൊന്നും പോകാനൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 17 പവൻ സ്വർണ്ണം, പിന്നെ 54 രൂപ ക്യാഷാണ് പോയിക്കുന്നത്. ഇത് നമ്മൾ 5:30 മണിക്ക് വന്ന ശേഷം നമ്മൾ ഈ കൂട്ടൊക്കെ പൊളിച്ച നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ പോലീസ് വിളിച്ച്, 10-15 മിനിറ്റ് പോലീസ് എത്തി. അതിൻ്റെ ശേഷം അന്വേഷണം നടക്കുന്നുണ്ട്. കണ്ണൂർ കണ്ണോത്തുംചാലിലാണ് ലൈഫ് ഷോർ അപ്പാർട്ട്മെന്റിൽ വൻ കവർച്ച നടന്നിരിക്കുന്നത്. 136 ഗ്രാം സ്വർണം മോഷണം പോയെന്നാണ് ഇപ്പോൾ ഉടമസ്ഥൻ പറയുന്നത്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകുകയായിരുന്നു.